അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുണ്ടല്ലോ ഒരു സാധനം ഉണ്ടാക്കുന്നതാണേ. സാധനം എന്ന് പറഞ്ഞാൽ ബണ്ടിയ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ വെല്ലം ഉരുക്കുക, വെല്ലം ഉരുക്കിയിട്ട് തേങ്ങയിട്ട് നല്ലോണം ഇളക്കിയിട്ടാകുമ്പോൾ ചെറുപയർ പരിപ്പും ഇട്ട് നല്ലോണം ഇളക്കി പശു നെയ്യ് ഇട്ടിട്ട് ആക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് വെല്ലം കുറുക്കാൻ വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇനി തേങ്ങ ഇട്ടിട്ട് ഇളക്കണം. അപ്പോൾ വെല്ലം കുറുക്കലാന്ന്. ഇവരുടെ തന്നെ കാവലുണ്ട്. അപ്പോൾ ഇവർക്ക് തിരക്കാണ്. അപ്പോൾ തേങ്ങ ഇടുന്നതാണ്. അത് അമ്മ ഒഴിക്കുന്നുണ്ട്. അമ്മ അങ്ങനെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ ഇട്ടിട്ട് നല്ലോണം ഇളക്കി നല്ലോണം കുറുകണം. നല്ലോണം കുറുകി വരണം കേട്ടോ. നല്ലോണം കുറുകി വന്നിട്ടാകുമ്പോഴാണ് ചെറുപയർ ഇട്ട് കൊടുക്കേണ്ടത്. ചെറുപയർ കുറച്ച് നുറുക്കിയിട്ടാണ് ഇടുന്നുണ്ട്. വെച്ചാൽ അത് മുഖൻ തന്നെയാണ് ഇടേണ്ടത്. പക്ഷേ ഇങ്ങനെ കടിച്ചാൽ ഭയങ്കര ഉറപ്പല്ലേ. കുറച്ച് വയസ്സായൊക്കെ ഒന്നും പിന്നെ അത് കഴിക്കാനാവില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചത് ഒന്ന് നുറുക്കി അപ്പോൾ ഇനി പയറിടുന്നുണ്ടേ. പയറൊന്ന് നുറുക്കിയാലേ എന്നിട്ട് ഭയങ്കര ഉറപ്പായിരിക്കും. നമ്മൾ പ്രഥമന് എടുക്കാൻ പോലെ തന്നെ നല്ല മൂക്ക വറക്കണം പയർ. അപ്പോൾ അതിങ്ങനെ മൂങ്ങനെ ഇടുമ്പോൾ ഭയങ്കര ഉറപ്പായിരിക്കും. അതുകൊണ്ട് ഞാനിങ്ങനെ മിക്സീൻ്റെ അകത്ത് നിന്ന് കുറച്ചൊന്ന് നുറുക്കി. വെള്ളത്തിൻ്റെ പൊടി
വെള്ളം ആദ്യം ഒന്ന് കുറുക്കി എന്നിട്ട് അരിച്ചിട്ട് ഒഴിക്കണം, അല്ലെങ്കിൽ പിന്നെ കല്ല് കടിക്കും. എന്നിട്ട് ചൂടോടെ ഉരുട്ടണം, അതാണ് പണി തേച്ചത്. ഇനിയുണ്ടല്ലോ, ഇനി പശു നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പശു നെയ്യ് ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കണ്ടേ കുറേ എല്ലാവർക്കും അറിയും, അധികമാക്കൂ. എന്നാലും ഞാനിത് അങ്ങനെ അധികമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. നമ്മളിപ്പം മഴയല്ലേ, നല്ല മഴയല്ലേ, അപ്പോൾ കുട്ടികൾക്കെല്ലാം ഇങ്ങനെ ഉരുട്ടി കൊടുത്താലേ അവരിങ്ങനെ കഴിച്ചോളല്ല, അതിന് വേണ്ടിയിട്ടാക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെറുപയർ പരിപ്പ് നല്ലോണം പശു നെയ്യ് ഇട്ടിട്ട് വറുത്ത് വെച്ചിട്ടാകുമ്പോൾ വെള്ളം കുറുക്കി അരിച്ചിട്ട് വേറെ പാത്രത്തിലാക്കി പാർന്നിട്ടാകുമ്പോൾ തേങ്ങ ചിരവിയത് എടുത്ത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് 1 കിലോ വെല്ലം എടുത്തിട്ടുണ്ട് കേട്ടോ. 2 തേങ്ങയും എടുത്തിന്, 1/2 കിലോ ചെറുപയർ പരിപ്പും. അപ്പോൾ പരിപ്പ് തന്നെയാണ് ഇടുക സാധാരണ. ഞാൻ കുറച്ച് നുറുക്കിയിന്, എന്ന് വെച്ചാൽ ഇവർക്കെല്ലാം പല്ലിനെല്ലാം ഇതില്ലാത്തവരുണ്ടാവില്ല, അപ്പോൾ അവർക്കെല്ലാം കഴിക്കണ്ടിക്കലാവില്ല. അതുകൊണ്ട് കുറച്ച് നുറുക്കിയിന് ഞാൻ. എങ്ങനെയും ഇടാം. അപ്പോൾ ഇത് അങ്ങനെ പയറ് ഇട്ടിട്ടാകുമ്പോൾ കുറേ സമയം ഇളക്കിയിട്ടാകുമ്പോൾ പിന്നെ ഇത് പശു നെയ്യ് ഒഴിച്ചിട്ട് കുറച്ചും കൂടി പിന്നെ എന്തെല്ലോ ഇതിൻ്റെ അകത്ത് ചേർക്കാം കേട്ടോ. നമ്മൾ പിന്നെ ഇപ്പം അതൊന്നും ചേർക്കുന്നില്ല. ഇതിൻ്റെ ഗുണം നോക്കട്ടെ, എന്നിട്ട് വേണം അടുത്തത് അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചേർക്കാം. ഏലക്കായിൻ്റെ ചൊവ്വയോ എനിക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അതും ചേർക്കുന്നില്ല. വെറും പശു നെയ്യ് മാത്രം. ഇനി ഇത് കുറച്ച് തണിയുമ്പോൾ നല്ല ഉറപ്പ് വരും. കുറച്ച് തണിയണ്ടേ ഉരുട്ടണമെങ്കിൽ, ഭയങ്കര ചൂടല്ലേ. അപ്പോൾ ഇത് എന്നിട്ടാകുമ്പോൾ ഉരുട്ടി വെക്കുക വേണ്ട ചെറുങ്ങനെ. അപ്പോൾ ഞാനിന്ന് ആദ്യമായിട്ട് നോക്കുന്നതാണ് കേട്ടോ. എനിക്ക് പാചകം ചെയ്യാൻ എനിക്ക് വീഡിയോയിൽ എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ പാചകത്തിൻ്റെ ഒന്നും ആക്കാത്തത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബെല്ലാം തരുക. താങ്ക് യു.